ടു മല്ലു നമുക്ക് കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടെർ സ്റ്റെഗൻ ജിറോണയിലേക്ക് പോയിട്ട് 1-2 ആഴ്ചയായി. പക്ഷേ നമ്മൾ സംസാരിച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ക്ലബിന് ഒരുപാട് കാലം സെർവ് ചെയ്തൊരു മനുഷ്യനാണ്. ഒരുപാട് മാജിക്കൽ പെർഫോമൻസസ് ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. നല്ല ഗോൾ കീപ്പറായിരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ തന്നെ ആയിരുന്നു. പിന്നീട് ആളുടെ കരിയറിൽ ഒരു ഡിപ്പ് സംഭവിച്ചു. പിന്നീട് ബെഞ്ചിലായി പോകേണ്ട സിറ്റുവേഷൻ വന്നു. പിന്നീട് ഒരുപാട് ഇഞ്ചുറികൾ വന്നു. അപ്പം അവസാനത്തെ ആളുടെ ബാഴ്സലോണ കരിയർ എന്ന് പറയുന്നത് ഫോർഗെറ്റബിൾ ആണ്. അതായത് അങ്ങനെ ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് ഇയേഴ്സാണ്. ഇപ്പോൾ ലാസ്റ്റത്തെ വർഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റുകൾ ആൾക്കും ടീമിനും നേരിടേണ്ടി വന്നു. ആൾക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് കിട്ടി പെർഫോമൻസ് ഡിപ്പായത് കാരണം, പിന്നെ ചില അനാവശ്യ കോൺട്രവേഴ്സീസ് കാരണമൊക്കെ. അപ്പോൾ എന്തായാലും ആള് ജിറോണയിലേക്ക് പോയി. അവിടെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ. ലോണിലാണ് പോയിട്ടുള്ളത്. സമ്മറിൽ തിരിച്ചെത്തിയിട്ട് എന്താണ് ഫ്യൂച്ചർ എന്നുള്ളതൊക്കെ നമ്മൾ എന്തായാലും കണ്ടറിയേണ്ട കാര്യമാണ്. ഓക്കെ, എനിവേ വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ നമ്മുടെ ടെർ സ്റ്റെഗൻ. ഓക്കെ, പിന്നെ ഡ്രോന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ കുറച്ച് ഞെട്ടിച്ച് കളഞ്ഞ ഷോക്ക് ചെയ്ത് കളഞ്ഞൊരു സംഭവമാണ്. ഡ്രോ ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചു. അത് ക്ലബ്ബ് ഫോഴ്സ് ചെയ്തെടുത്ത ഒരു തീരുമാനമല്ല, ഡ്രോ തന്നെ എടുത്തൊരു തീരുമാനമാണ്. ആൾക്ക് കൂടുതൽ ഫസ്റ്റ് ടീം അവസരങ്ങൾ കിട്ടാനും അങ്ങനെയൊക്കെ ഒരുപാട് ഡ്രോൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ആള് പോയിട്ടുള്ളത് PSG-യിലേക്കാണ്. 6 million ആണ് റിലീസ് ക്ലോസ്. 6 million-ക്കാളും ഒരു ചെറിയൊരു ഹൈ എമൗണ്ട് ആണ് PSG പേ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതിന് നമ്മൾ PSG-ക്ക് ചെറിയൊരു നന്ദി പറയാം. കാരണം നമുക്കാണെങ്കിൽ ഓരോ യൂറോയും ഭയങ്കര വിലപ്പെട്ടതാണല്ലോ, മനസ്സിലായില്ലേ? അപ്പം ആള് PSG-യിലേക്ക് പോയി. ഫാൻസ് ആയിട്ടുള്ള നമ്മളാണെങ്കിലും മാനേജർ ആയിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് ആണെങ്കിൽ തന്നെ ഒരുപാട് റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഡ്രോ. ഫസ്റ്റ് ടീമിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ സബായിട്ടൊക്കെ വന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാതെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഓക്കെ, അപ്പൊ നല്ല ഫ്യൂച്ചറുള്ള പ്ലെയർ ആയിരുന്നു. പക്ഷെ ആ പ്ലെയറെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. പ്ലെയറുടെ ഡിസിഷനാണ് പോകണം എന്നുള്ളത്. ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ ഹാൻസി ഫ്ലിക്ക് ഒക്കെ പറഞ്ഞത് ഈ ഒരു ഡിസിഷൻ, അതായത് ഡ്രോ ക്ലബ്ബ് വിട്ട് പോവാന്നുള്ള ഡിസിഷൻ ആളെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആക്കി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് ഡ്രോന്റെ ഒരു ലെവല്, ആ ഒരു പ്ലെയറിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ആണെന്നൊക്കെ. ഓക്കെ, പിന്നെ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ക്ലബ്ബിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലബിന് വേണ്ടിയിട്ട്, ആ ബാഡ്ജിന് വേണ്ടി 100% കൊടുത്ത് നിൽക്കണം, അല്ലാത്തവർക്ക് പോവാം. അതന്നെയാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ക്ലബിന് വേണ്ടിയിട്ട് പൊരുതി കളിക്കാൻ വേണ്ടിയുള്ളതാണ് ബാർസലോണ എന്ന് പറയുന്ന ക്ലബ്ബ്. സോ നിങ്ങൾ വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരും തടഞ്ഞു നിർത്തില്ല, നിങ്ങൾക്ക് പോവാം. പണ്ട് നമ്മുടെ ക്രൈഫ് പറഞ്ഞ പോലെ, ഇപ്പൊ നമ്മുടെ ഫ്ലിക്ക് പറഞ്ഞ പോലെ അതാണ്. ഓക്കെ, സോ ഡ്രോ പോയിണ്ടെങ്കിൽ നമുക്ക് വേറൊരു പ്ലെയറെ കിട്ടും. നമുക്ക് ടാലന്റുകളെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഡ്രോ പോയി. ഇനിയിപ്പോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലെയറെ സൈൻ ചെയ്തിട്ടുണ്ട്. പാട്രീസിയോ പാസിഫിക്കോ എന്നാണ് പേര്. നൈസ് പേര്, നല്ല പേര് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പാട്രീസിയോ പാസിഫിക്കോ ഉറുഗ്വാൻ പ്ലെയർ ആണ്. 19 വയസ്സാണ് പ്രായം. ഉറുഗ്വാൻ ക്ലബായിട്ടുള്ള സെൻട്രൽ ഡിഫൻസോ സെൻട്രലോ അങ്ങനെ എന്തോ ഒരു ക്ലബിന്റെ പേര്. ഓക്കെ, അവിടെ നിന്നാണ് ഈ ഒരു പ്ലെയർ ഇപ്പോൾ ബാർസയിലേക്ക് എത്തുന്നത്. 6 months ലോണിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 1.8 million എങ്ങാനും ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈങ് ഓപ്ഷൻ ഉണ്ട്. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നത് സ്വന്തമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെ സൈൻ ചെയ്ത ഒരു പ്ലെയർ ആയിരിക്കണം. അപ്പൊ പ്ലെയറെ കുറിച്ച് നമുക്ക് അറിയുന്ന പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സ്റ്റാറ്റിൽ കണ്ട കാര്യങ്ങളും അതേപോലെ ആളുടെ വളരെ ചുരുക്കം ക്ലിപ്സ് കണ്ടെന്ന് മനസ്സിലായ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് ആണല്ലോ ആള്. ഓക്കെ, ആള് ലെഫ്റ്റ് ബാക്ക് ആണ്. പക്ഷെ ഒരു ടിപ്പിക്കൽ മോഡേൺ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് അല്ല ആള്. ഓക്കെ, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്ത് കളിക്കുന്ന പ്ലെയർ അല്ല, ഒരു ബാൾഡെ കൈൻഡ് ഓഫ് പ്ലെയറേ അല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് മോർ കൈൻഡ് ഓഫ് ജെറാർഡ് മാർട്ടിൻ ആണ്. അതായത് ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന സമയത്ത് വളരെ ഡിഫെൻസീവായിട്ട് ഡിഫൻസിന് സപ്പോർട്ട് കൊടുത്ത് നിൽക്കുക. പിന്നെ ആളുടെ സ്റ്റാറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഡിഫൻസീവ് സ്റ്റാറ്റിലും ആള് യുറുഗ്വാൻ ലീഗിൽ ടോപ്പാണ്. ഓക്കെ, അതിപ്പോൾ ഇന്റർസെപ്ഷൻസിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും, ഏരിയൽ ഡ്യുവൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും, ഗ്രൗണ്ട് ഡ്യുവൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും, ബ്ലോക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും, പൊസിഷൻ വണ്ണിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും, ഇങ്ങനെ ഏതൊരു ഡിഫൻസീവ് സ്റ്റാറ്റ് എടുക്കുകയാണെങ്കിലും ആള് ടോപ്പാണ് നിൽക്കുന്നത്. ഒരു 1, 2, 3, 4 തന്നെ നിൽക്കുന്നുണ്ട് യുറുഗ്വാൻ ലീഗിൽ. സോ അതെനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ് ഈ ഒരു പാട്രീസിയോ പസിഫിക്കോ എന്നുള്ളത്. ആള് ഒഫൻസീവ്ലി അത്ര ഗുഡ് അല്ല. ആളുടെ ഒഫൻസീവിലുള്ള എബിലിറ്റി, പിന്നെ കുറച്ച് ഗെയിം റീഡിങ്ങിന്റെ കാര്യങ്ങൾ, ടോട്ടൽ ആ ഒരു
ഫുട്ബോൾ ഐക്യു എന്ന് പറയുമല്ലോ, അത് കുറെ കൂടെ ഇമ്പ്രൂവ് ആയി വന്നു കഴിഞ്ഞാൽ ഹീസ് ഗോയിങ് ടു ബി ഗുഡ്. ഓക്കെ, ഡിഫെൻസീവ്ലി ആൾ അത്യാവശ്യം ഓൾറെഡി സ്ട്രോങ് ആണ്, സോൾഡ് ആണ്, ഫിസിക്കലാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ഫിസിക്കലാണ്. അപ്പം എന്തുകൊണ്ടും അത്യാവശ്യം നമുക്ക് മിനുക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അറ്റ്ലീസ്റ്റ് നമ്മളെ വാർസ അത്ലറ്റിക്കിലൊക്കെ തന്നെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലെയർ ആണ്. വൺസ് നമ്മൾ ആ ഒരു ബൈബാക്ക് ഓപ്ഷനൊക്കെ നമുക്ക് ബൈ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് പ്ലെയർ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് 3rd ഡിവിഷനിലേക്കും 4th ഡിവിഷനിലേക്കൊക്കെ നമുക്ക് ആളെ ലോണിൽ വിടാം. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഫെർമിന്റെ കേസൊക്കെ ചെയ്തത്, പിന്നീട് ഫെർമി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ ആ ഒരു പ്ലെയറിന്റെ ഗ്രോത്ത് മോണിറ്റർ ചെയ്യാം, എന്നിട്ട് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് നടക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റ് ബാക്ക് ആണ്. ഇനിയിപ്പോൾ നമ്മുടെ ടീമിൽ ഇനിയിപ്പോൾ എങ്ങാനും ഒരു ലെഫ്റ്റ് സെൻട്രൽ ബാക്കിന് ഒരു ക്രൈസിസ് വന്നു, പ്ലേയേഴ്സ് അവൈലബിൾ ആവാത്തൊരു സിറ്റുവേഷൻ വന്നു, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ LCB ഒക്കെ ഏതെങ്കിലും ചെറിയ മാച്ചിൽ ആളെ പിടിച്ചിടാന്നല്ലാതെ ഫസ്റ്റ് ടീമിലേക്കുള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മെയിൻലി ബാർസ അത്ലറ്റിക്കിലേക്കാണ്. വൺസ് നമ്മൾ ആളെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോണിലേക്കൊക്കെ അയച്ച് സെറ്റാക്കി എടുക്കുമായിരിക്കും. എനിവേ, എനിക്ക് ഇഷ്ടമുള്ള ഒരു കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ആണ് ഇങ്ങനത്തത്. അതായത് ഡിഫെൻസീവ് ഫുൾ ബാക്കുകൾ, അധികം അറ്റാക്കിംഗ് സപ്പോർട്ട് തരില്ലെങ്കിലും ഡിഫെൻസീവില് ഭയങ്കര സോൾഡ് ആയിട്ട് നിൽക്കുക. ഇപ്പൊ നമ്മൾ കുക്കറേന്റെ കാര്യമൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ, കുക്കറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ബാക്ക് ആ ഒരു ലെഫ്റ്റ് സ്പേസിൽ നിൽക്കുന്ന പോലെ തന്നെയാണ്. അത്രയും ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി ആൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്ലെയർക്ക് 19 വയസ്സേ പ്രായമുള്ളൂ. അറ്റാക്കിംഗ് എബിലിറ്റീസ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് ടൈം ഉണ്ട്. പിന്നെ ഹാൻസി ഫ്ലിക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു സൈനിങ് ആണോ, അല്ലെങ്കിൽ ഫ്ലിക്ക് മുൻകൈ എടുത്ത ഒരു സൈനിങ് ആണോ എന്ന് അറിയില്ല. ഫ്ലിക്ക് മുൻകൈ എടുത്ത സൈനിങ് ഉണ്ടെങ്കിൽ ഫ്ലിക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം നോക്കാം. നമുക്കിപ്പോ ഒരു വളരെ നല്ല മാനേജർ ഉള്ളതുകൊണ്ട് തന്നെ ഈ സൈനിങ്ങിന്റെ കാര്യത്തിലും നമുക്ക് അങ്ങനെ ഭയമില്ല. ഓക്കെ, അത്യാവശ്യം കാര്യങ്ങൾ യങ്സ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ തന്നെ മൂപ്പര് മാനേജ് ചെയ്തോളും, മൂപ്പര് മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് അവസരങ്ങൾ കൊടുത്തോളും. ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻ വരില്ല. ഇങ്ങനത്തെ കുറെ ഇത് നമുക്കുണ്ട്. ഓക്കെ, പിന്നെ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ജോഫ്രെ ടൊറൻസിനെ പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉള്ളത്, അത് മനസ്സിലാക്കണം. സോ എങ്ങനെയാവുന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. എനിവേ, ഒരു യങ് പ്ലെയർ വന്നു, അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, ചോർച്ച. അപ്പം ക്യാമ്പ് നൗവിൽ കുറച്ച് ചോർച്ച ഉണ്ടെന്നൊക്കെയാണ് വാർത്ത വരുന്നത്. കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടു. ഓക്കെ, അത് ശരിയാണ്, കുറച്ച് ഏരിയാസിൽ എന്തൊക്കെ ചോർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഫുള്ളായിട്ട് പണി കഴിഞ്ഞ ഏരിയയില്ല. ചിലയിടത്തൊന്നും ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ ചിലയിടത്ത് അത്യാവശ്യം പണി കഴിഞ്ഞ സ്ഥലത്തും ചോർച്ചയുണ്ട്. അപ്പൊ അതങ്ങനെയാണ്. ഈ കോൺട്രാക്ടർമാരുണ്ടല്ലോ, അത് ഒരു യൂണിവേഴ്സൽ നിയമമാണ്. അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഇവന്മാർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് പൈസ വാങ്ങിയിട്ട് ചാമ്പുന്ന പരിപാടിയൊക്കെ എപ്പോഴും ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർമാർ ചെയ്യാറുള്ളതാണ്. അവരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവ് അല്ലെങ്കിൽ അവർ പൈസ മുക്കിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. എനിവേ, ഇത് അത്ര നല്ലൊരു ഇതല്ല. അതായത് ഇപ്പോൾ നമുക്ക് പറയാം അവിടെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. പിന്നെ നമുക്ക് ഓരോ കാരണങ്ങൾ പറയാം. പക്ഷെ കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് ഇൻകൺവീനിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമ്മുടെ ക്ലബ്ബ് അതിന് റെസ്പോൺസിബിൾ ആണ്, നമ്മളെ ക്ലബ്ബ് നമ്മളൊക്കെ അതിന് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, ആ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായതിൽ. സോ അത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു ചോർച്ചയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു 2 വർഷത്തോളം ടൈം എടുത്തിട്ട് 1.25 ബില്യൺ യൂറോ ആണോ പൗണ്ടാണോ, എനിക്കൊന്ന് പൗണ്ടാ തോന്നുന്നു, അത്രയും സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റേഡിയത്തിന് പണിയെടുത്തിട്ട് പിന്നെ ചോർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു സംഭവമല്ല. എനിവേ, അത് കുഴപ്പമില്ല, അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ ചോർച്ച വന്നാൽ നാളെ ഞാൻ ചോർച്ച അടയ്ക്കാനുള്ള പണി നോക്കുക, അതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ ഇത് ട്വിറ്ററിലൊക്കെ ഭയങ്കരമായിട്ട് കത്തിക്കുന്നത് മറ്റേ മൊറോക്കൻ ഔട്ട്ലെറ്റ്സ് ഒക്കെയാണ്. കാരണം മൊറോക്കോക്ക് അവരുടെ മറ്റേ സംഘാടനത്തിനൊക്കെ ഒരുപാട് വിമർശനം കേട്ടിരുന്നില്ല അഫ്കോണിന്റെ സമയത്ത്. അപ്പം അതിനുള്ളൊരു റിവെഞ്ച് എന്ന പോലെ മൊറോക്കൻ ഔട്ട്ലെറ്റ്സ് ഇത് ഭയങ്കരമായിട്ട് കത്തിക്കുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, കുറെ ചോർച്ച വരും, പിന്നെ ചോർച്ച അടയ്ക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി. അപ്പൊ ഇനിയോ നോക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.